ക്രിസ്തുമസിൻ്റെ അന്നത്തെ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാനും മോളും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടിയാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പോയത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ തനതായ ഭംഗിയൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ വാടാനപ്പള്ളി ബീച്ചിലാണ് എത്തിയത്. അവിടുന്ന് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് സ്നേഹതീരം ബീച്ചാണ്, തളിക്കുളത്താണ് അതുള്ളത്. പക്ഷേ പോണ വഴിയെല്ലാം ഫുള്ള് ബീച്ച് തന്നെയായിരുന്നു. അപ്പോൾ ബീച്ച് റോഡ് കൂടെയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് കേട്ടോ. ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ, അതും എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ തന്നെ ഉണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് അത്ര സന്തോഷമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മ വന്നതിന് ശേഷം ഇങ്ങോട്ടൊന്നും ഞാൻ അധികം വന്നിട്ടില്ല. എൻ്റെ വീട് ടൗണിൽ തന്നെ ആയതുകൊണ്ടായിരിക്കണം ഈ ഭാഗത്തേക്കൊന്നും എനിക്കധികം വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ അടുത്ത് ഗോവയിലൊക്കെ പോയിരുന്നു. പക്ഷേ ഗോവ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ നാട് തന്നെ ഏറ്റവും മികച്ചത്. അത്ര ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു കാഭാഗം ഭംഗിയേ എനിക്ക് ഗോവയിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ. അവധി ദിവസമായ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ ബീച്ചുകളിലും. അപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടത് ചിലങ്ക എന്നുള്ളൊരു ബീച്ചാണ്. പക്ഷെ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം നല്ല തിരക്ക് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്നേഹതീരത്ത് എത്തിയിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ചിലങ്ക കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഓഹോ എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് കേട്ടോ. അവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലേക്ക് പോയത്. ഇത് ഓഹോ ബീച്ചാണ്. അപ്പോൾ അവിടെ ഒരു ബാക്ക് വാട്ടർ കണക്ഷൻ പോലെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ വളരെ വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഗോൾഡൻ കളറുള്ള മണലും അതുപോലെ നല്ല ബ്ലൂ കളറുള്ള കടലും അതിമനോഹരമായിരുന്നു. അത്രയധികം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുത്തു. ഞാൻ ഇത്രയധികം എൻജോയ് ചെയ്ത ഒരു ദിവസം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അടുത്തത് സ്നേഹതീരം ബീച്ചിലാണ് ഞങ്ങൾ പോയത്. അവിടെ അതെ വളരെ ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു. സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. ഞങ്ങൾക്ക് അത്രയും നീറ്റായി കിടക്കുന്ന ഒരു ബീച്ച്. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ പുൽക്കൂടും ഡെക്കറേഷനൊക്കെ കാണാനായിട്ട് അമല ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഡെക്കറേഷനൊക്കെ കാണാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ അന്ന് കേട്ടോ. ഈ അമല ഞങ്ങളുടെ വീടിൻ്റെ വളരെ അടുത്താണെങ്കിലും ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അങ്ങനെ ഈ ഡെക്കറേഷനും ഇതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ അടിപൊളി ഡെക്കറേഷനായിരുന്നു. പുൽക്കൂടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. പുൽക്കൂടും ഡെക്കറേഷനും കാണാനായിട്ട് അവിടെ വളരെയധികം ജനങ്ങളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ച് പോരാനൊരുങ്ങുകയാണ്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ കാറെടുത്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയധികം എൻജോയ് ചെയ്ത ഒരു ക്രിസ്മസ് ദിനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ എല്ലാ ക്രെഡിറ്റ്സും എൻ്റെ കൂട്ടുകാരികൾക്കുള്ളതാണ്. അപ്പോൾ അവരോട് സ്പെഷ്യൽ താങ്ക്സ്. സന്തോഷം. അത്രയധികം എൻജോയ് ചെയ്തു ഞാനും മോളും. ഞങ്ങളുടെ ഈ ഒരു വെക്കേഷൻ നാട്ടിലേക്കുള്ള വരവ് അടിച്ചു പൊളിച്ചു.